പിണറായി വിജയന്റെയും CPM-ന്റെയും സഞ്ചരിക്കുന്ന രഹസ്യങ്ങളുടെ ബോംബാണ് EP ജയരാജൻ. ആ ബോംബ് പൊട്ടിത്തെറിച്ചാൽ താൻ നിലം പൊത്തുമെന്ന് പിണറായി വിജയനും പാർട്ടി തന്നെ നിലം പൊത്തുമെന്ന് നേതൃത്വത്തിനും പ്രത്യേകിച്ച് MV ഗോവിന്ദനും നന്നായി അറിയാം. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന് EP ജയരാജന് നേരത്തെ അറിയാമായിരുന്നു. തനിക്കെതിരെ എന്തിനാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നാണ് വിവാദങ്ങൾക്കിടെ EP മാധ്യമപ്രവർത്തകരോട് ചോദിച്ചത്. ഈ സാഹചര്യത്തിലായിരുന്നു CPM-ന്റെ ഫണ്ട് റൈസർ എന്ന ഓമനപ്പേരുള്ള EP ജയരാജൻ തിരുവാ തുറന്നാൽ പലതും നഷ്ടപ്പെടുന്നത് മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾക്ക് അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് അച്ചടക്ക നടപടി എന്ന വടി പിണറായിയും പാർട്ടിയും പിറകിലോട്ട് ഒളിപ്പിച്ചത്. എന്നാൽ തനിക്കൊന്നും സംഭവിക്കില്ലെന്ന ആത്മവിശ്വാസം വിവാദങ്ങൾക്കിടയിൽ EP ജയരാജൻ പുലർത്തിയിരുന്നു. ജാവദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ വിശദീകരിച്ചത് വൈകാരികമായിട്ടായിരുന്നു. BJP-ക്കെതിരെയുള്ള തന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചരിത്രം തന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് EP വികാരനിർഭരനാകുന്നത്. ദല്ലാൽ നന്ദകുമാർ തന്നെ കുടുക്കാൻ ശ്രമിച്ചെന്നും കുറെ നാളായി തനിക്കെതിരെ ഗൂഢാലോചന അയാൾ നടത്തുന്നുണ്ടെന്നും EP പറഞ്ഞു. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മറ്റു നേതാക്കൾ ആരും EP ജയരാജനെ ഒരക്ഷരം കുറ്റപ്പെടുത്താൻ മുതിർന്നില്ല എന്നതാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പോളിംഗ് ദിനം തുറന്നു പറഞ്ഞത് സംശയങ്ങൾ ഒഴിവാക്കാനെന്നായിരുന്നു എന്നും ദല്ലാളുമായുള്ള ബന്ധം നേരത്തെ ഉപേക്ഷിച്ചെന്നും EP യോഗത്തിൽ പറയുകയുണ്ടായി. സംഭവത്തിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാൻ EP പാർട്ടിയുടെ അനുവാദം തേടുകയായിരുന്നു. ഇടതുമുന്നണിയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. ജാവദേക്കറെ കണ്ടതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ചില മാധ്യമങ്ങളും ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. EP പറഞ്ഞതും ചെയ്തതുമെല്ലാം കണ്ണടച്ച് അംഗീകരിക്കുകയും തലയാട്ടുകയുമാണ് പിണറായി അടക്കം ചെയ്തത്. മുഖ്യമന്ത്രിയുടെ ശിവനും പാപിയും പരാമർശം സ്വാഗതാർഹമാണെന്നും മുഖ്യമന്ത്രിയുടെ ഉപദേശം ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നതായും തെറ്റുപറ്റിയാൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും LDF കൺവീനർ EP ജയരാജൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. തെറ്റുപറ്റിയാൽ തിരുത്തി മുൻപോട്ട് പോകും. മുഖ്യമന്ത്രി പറയുന്നത് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള ഉപദേശം രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്ന ആളാണ് ഞാൻ. BJP-യിൽ ചേരാൻ ശ്രമം നടത്തിയെന്ന തരത്തിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നു. കാര്യങ്ങൾ അന്വേഷിക്കാതെ മാധ്യമങ്ങളും ഒപ്പം ചേർന്നു. ശോഭാ സുരേന്ദ്രനെ നേരിട്ട് പരിചയമില്ലെന്നും തൃശൂരിലോ ദില്ലിയിലോ വെച്ച് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടില്ലെന്നും EP ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ BJP-യിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഗൾഫിൽ വെച്ച് BJP-യുമായി ചർച്ച നടത്തിയെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ പറയുന്നത്. താൻ ഗൾഫിൽ പോയിട്ട് വർഷങ്ങളായി. അതിനിടെ സംഭവത്തിൽ മുഖ്യനും EP-ക്കുമെതിരെ പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നിരുന്നു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും EP-യെ CPM വിടാതെ ചേർത്ത് പിടിക്കണമെങ്കിൽ അതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടെന്ന് തന്നെ വേണം കരുതാൻ.